Dear students, welcome to FreeTube Learner. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റീവിസിറ്റിംഗ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്തത്. അതുകൂടാതെ ആ പാർട്ടിൽ തന്നെ കുറച്ച് അഡീഷണൽ പ്രോബ്ലംസും തന്നിട്ടുണ്ടായിരുന്നു ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട്. ഇന്ന് നമുക്ക് പുതിയ ടോപ്പിക്കിലേക്ക് കടക്കാം, അതായത് ദ നെക്സ്റ്റ് ടോപ്പിക്, റീവിസിറ്റിംഗ് റാഷണൽ നമ്പേഴ്സ് ആൻഡ് ദ ഡെസിമൽ എക്സ്പാൻഷൻ. What is a rational number? We know rational numbers are numbers which can be written in the form of p by q, where q not equal to 0. So this type of numbers are called rational numbers. In a p by q formula എഴുതിയ ഒരു rational numberനെ നമുക്ക് decimal ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന് രണ്ട് കേസസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. ഒന്നുകിൽ ആ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആയിരിക്കും, അതർവൈസ് ഇറ്റ് വിൽ ബി നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ്. ടെർമിനേറ്റിംഗ് എന്ന് പറയുമ്പോൾ കുറച്ച് ഡെസിമൽ പ്ലേസസിൽ ആ ഡെസിമൽ എക്സ്പാൻഷൻ എൻഡ് ചെയ്യും. നോൺ ടെർമിനേറ്റിംഗ് എന്ന് പറയുമ്പോൾ ആ ഡെസിമൽ എക്സ്പാൻഷൻ എൻഡ് ചെയ്യില്ല, ആ ഡെസിമൽ പ്ലേസസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, പക്ഷെ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യും. ഈ ഓരോ കേസസിൻ്റെയും ഒരു എക്സാമ്പിൾ എഴുതാം. ഇവിടെ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ 1/2. 1/2ൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് 0.5 ആണ് കിട്ടുന്നത്. വിച്ച് മീൻസ് 0.5ൽ അത് ടെർമിനേറ്റ് ചെയ്യുകയാണ്, കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഇവിടെ നമുക്ക് 1/3 എന്ന് എഴുതാം. നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് എക്സാമ്പിൾ ആണ് 1/3. ഈ 1/3യുടെ ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് 0.333. അത് കണ്ടിന്യൂ ചെയ്യുകയാണ്, വിച്ച് മീൻസ് ഇറ്റ്സ് നോട്ട് എൻഡിങ്. ഒരു റാഷണൽ നമ്പർ എപ്പോഴാണ് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ തരുന്നത് എന്ന് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നോക്കാം. Let us write down some rational numbers whose decimal expansion terminates. 0.375. ഇതൊരു ഡെസിമൽ എക്സ്പാൻഷൻ ആണ്. നമുക്കിതിനെ ഫ്രാക്ഷൻ ആക്കാം, അതായത് പി ബൈ ക്യൂ ഫോമിലോട്ട് മാറ്റാം. സോ ഇങ്ങനെ ഫ്രാക്ഷൻ ആയിട്ട് മാറ്റാനായിട്ട് ഈ ഡെസിമൽ എക്സ്പാൻഷനിൽ 3 ഡെസിമൽ പ്ലേസസ് ആണുള്ളത്. സോ നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. So we will get 375 divided by 1000. 375 divided by 10 raised to 3. ഇതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് എടുത്ത് പവർ ഓഫ് പ്രൈംസിൽ നമുക്കൊന്ന് ഇതിനെ എക്സ്പ്രസ് ചെയ്ത് നോക്കാം. 375 that is 3 into 5 raised to 3 divided by 10 എന്ന് വെച്ചാൽ 2 into 5 ആണ്, that is 2 raised to 3 into 5 raised to 3. So ഇവിടെ 5 raised to 3 5 raised to 3 cancel ചെയ്ത് പോവും. So finally we will get an answer that is 3 divided by 2 raised to 3 എന്ന് കിട്ടി. ഇതാണ് p by q form of this decimal number. Let us see one more example. 0.875. ഇവിടെ 3 ഡെസിമൽ പ്ലേസസ് ആണുള്ളത്. സോ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ ഇറ്റ് വിൽ ബി 875 by 1000. അതിൻ്റെ പവേഴ്സ് ഓഫ് പ്രൈംസ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിൽ 5 raised to 3 5 raised to 3 ക്യാൻസൽ ആയി പോവും. സോ വി വിൽ ഗെറ്റ് 7 by 2 raised to 3. ലെറ്റ് us see one more example. 0.0875. ഈ ഡെസിമൽ നമ്പറിൽ 4 ഡെസിമൽ പ്ലേസസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെ 10 raised to 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ 875 divided by 10 raised to 4 എന്ന് കിട്ടും. ഇനി നമുക്ക് വീണ്ടും ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. 7 into 5 raised to 3 divided by 2 raised to 4 into 5 raised to 4. So we will get the answer as 7 divided by 2 raised to 4 into 5. സോ ഇങ്ങനെ ഒരു ഫോമിൽ നമുക്ക് കിട്ടി. ഇനി ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. തേർഡ് എക്സാമ്പിളാണ്. ഇനി ഒരു ഫോർത്ത് എക്സാമ്പിൾ കൂടി നോക്കാം. ദാറ്റ് ഈസ്
23.3408. ഈ നമ്പറിന് 4 ഡെസിമൽ പ്ലേസസ് ആണുള്ളത്. സോ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 10⁴ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ് 233,408 ഡിവൈഡഡ് ബൈ 10⁴. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ ഇങ്ങനെ കിട്ടും. 2² × 7 × 521 divided by 5⁴. 521 is a prime number. ഇതിന് further factorization possible അല്ല. സോ ഇങ്ങനെയാണ് കിട്ടിയത്. സോ ഈ രണ്ട് എക്സാമ്പിൾസിലും ഇതിൻ്റെ ഡിനോമിനേറ്റേഴ്സ് എന്ന് പറയുന്നത് 2ൻ്റെ പവറിലാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ പവർ ഓഫ് 2 and 5 ആണ് ഡിനോമിനേറ്റർ, ഇവിടെ പവർ ഓഫ് 5 ആണ്. സോ ഈ 4 എക്സാമ്പിൾസിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലായി. ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ ഫ്രാക്ഷൻ ആക്കുമ്പോൾ അതിൻ്റെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഒന്നുകിൽ 5ൻ്റെ പവർ ആയിരിക്കാം, അല്ലെങ്കിൽ 2ൻ്റെ പവർ ആയിരിക്കാം, അതുമല്ലെങ്കിൽ 2 and 5 ബോത്ത് രണ്ടിൻ്റെയും പവർ ആയിരിക്കാം. ഈ 3 ചാൻസസ് ആണ് ഉള്ളത്. നമ്മളിങ്ങനെ എക്സാമ്പിൾ ചെയ്തില്ലെങ്കിൽ പോലും നമുക്കറിയാം ഡെസിമൽ പോയിന്റ്സ് മാറ്റാനായി 10ൻ്റെ പവർ കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. സോ ഡെഫിനറ്റ്ലി ഒരു 10ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 2ഉം 5ഉം മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലെ ഡിനോമിനേറ്റേഴ്സ് എന്തായിരിക്കും? 2ൻ്റെയോ 5ൻ്റെയോ പവേഴ്സ് ആയിരിക്കും. ഒന്നുകിൽ അത് ഏതെങ്കിലും ഒരു ഫാക്ടറെ കാണും, ഇത് 2 or 5. അതല്ലാന്നുണ്ടെങ്കിൽ 2ഉം 5ഉം രണ്ട് ഫാക്ടേഴ്സും ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു ഫാക്ടർ ഉറപ്പായും കാണും, കാരണം ഇതൊരു ഡെസിമൽ നമ്പർ ആണ്, ഒരു ഹോൾ നമ്പർ അല്ല. അപ്പോൾ ഡെഫിനറ്റ്ലി അതൊരു ഫ്രാക്ഷൻ ആയിട്ടേ വരും. സോ അങ്ങനെ ഫ്രാക്ഷൻ ആയിട്ടേ വരികയുള്ളൂ എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഡിനോമിനേറ്റർ അവിടെ ഉണ്ട്. ഡിനോമിനേറ്റർ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ 10 അല്ലാണ്ട് വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. സോ ഡെഫിനറ്റ്ലി 10ൻ്റെ പ്രൈം ഫാക്ടേഴ്സ് ആയ 2 or 5 ആയിരിക്കും ഡിനോമിനേറ്ററിൽ വരുന്നത്. ഒന്നുകിൽ 2 or 5 alone or the combination of 2 and 5. So from the above examples we can write down this theorem, that is, let x be a rational number whose decimal expansion terminates, then x can be expressed in the form p/q where p and q are co-prime, and the prime factorization of q is of the form 2n × 5m where n and m are non-negative integers. അതായത് എക്സ് എന്ന് പറയുന്ന ഒരു റാഷണൽ നമ്പർ ടെർമിനേറ്റിംഗ് ഡെസിമൽ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് p/q എന്ന ഫോമിൽ എഴുതാം. പിയും ക്യൂവും കോ പ്രൈം ആണ്, അതായത് ഇതിൽ കോമൺ ഫാക്ടേഴ്സ് ഇല്ല, അതെല്ലാം നമ്മൾ ക്യാൻസൽ ചെയ്ത് സിംപ്ലിഫൈ ചെയ്താണല്ലോ എഴുതുന്നത്. സോ ഇതിന് കോമൺ ഫാക്ടേഴ്സ് ഇല്ല അതർ ദാൻ 1. സോ ഇങ്ങനെ എഴുതുമ്പോൾ q ഈസ് ഓഫ് ദ ഫോം 2n × 5m. അതായത് 2ൻ്റെയും 5ൻ്റെയും ഒരു ഫാക്ടർ ആയിട്ടായിരിക്കും q വരുന്നത്, അതായത് ഡിനോമിനേറ്റർ വരുന്നത്, വേർ n and m ആർ നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ്. സോ n 0 ആയിക്കഴിഞ്ഞാൽ 2ൻ്റെ ഫാക്ടർ ഇല്ലാണ്ടാവും, 5 മാത്രമായിരിക്കും. m 0 ആയിക്കഴിഞ്ഞാൽ 2ൻ്റെ ഫാക്ടർ മാത്രമാവും. എമ്മിനും എന്നിനും വാല്യൂ ഉണ്ടെങ്കിൽ രണ്ടിൻ്റെയും ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. സോ ഈ ഒരു തിയറത്തിനെ നമുക്കൊന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കാം. അതായത് ഇവിടെ പറയുന്നത് ഒരു ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ഉണ്ടെങ്കിൽ അതിനെ p/q ഫോമിൽ എഴുതുമ്പോൾ q ഇങ്ങനത്തെ രൂപത്തിലായിരിക്കും എന്നാണല്ലോ പറയുന്നത്. ഇനി തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കാം. അതായത് ഒരു ഫാക്ടർ, അതായത് p/q ഫോമിലുള്ള നമ്പർ, അതിൻ്റെ ഡിനോമിനേറ്റർ 2ൻ്റെയും 5ൻ്റെയും മാത്രം ഫാക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ കിട്ടുമോ ഇല്ലയോ അങ്ങനെ ഒന്ന് തിരിച്ച് നോക്കാം. അതിന് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ട്രൈ ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ ഒരു എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. 3/8, അതായത് ഇതൊരു ഫാക്ടറാണ്. ഇതിൻ്റെ നമ്മൾ പവർ ഓഫ് പ്രൈമിൽ എഴുതുമ്പോൾ 3 ഡിവൈഡഡ് ബൈ 2⁻3. ഇതിപ്പോൾ കോ പ്രൈം ആണ്, കാരണം ഇതിന് കോമൺ ഫാക്ടേഴ്സ് വേറൊന്നും തന്നെ ഇല്ല അതർ ദാൻ 1. സോ ഇത് 2ൻ്റെ പവറിലാണ് ഇതിൻ്റെ ഡിനോമിനേറ്റർ കിടക്കുന്നത്. സോ ഇങ്ങനെ ഒരു നമ്പർ ടെർമിനേറ്റിംഗ് ഡെസിമൽ കിട്ടുമെന്നാണ് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിനോമിനേറ്ററിനെ 10ൻ്റെ ഫാക്ടർ ആക്കണം, എങ്കിലാണ് നമുക്ക് ഡെസിമൽ എക്സ്പാൻഷൻ ഈസി ആയിട്ട് എഴുതാൻ സാധിക്കുന്നത്. സോ 2 × 5 ആണ് 10 എന്ന് നമുക്കറിയാം. ഇവിടെ 2⁻3 ആയതുകൊണ്ട് തന്നെ × 5⁻3 ചെയ്യുമ്പോൾ നമുക്ക് 10⁻3 കിട്ടും. സോ അതുകൊണ്ട് നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 5⁻3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് 5⁻3 എന്ന് പറയുന്നത് 125 ആണ്. 125 × 3 375 ഡിവൈഡഡ് ബൈ 10⁻3 എന്ന് കിട്ടി. സോ നമുക്കറിയാം 375 ഡിവൈഡഡ് ബൈ 1000 ആണ്. സോ 3 സീറോസ് ആണ് ഡിനോമിനേറ്ററിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡെസിമൽ പോയിന്റ് 3 പ്ലേസസിന് മുന്നേ ആയിട്ട് വരും 0.
So it will be like 0.375. So in first example, നമുക്ക് terminating decimal expansion ആണ് ലഭിച്ചത് അല്ലേ. 3/8നെ decimal expansion ചെയ്തപ്പോൾ അത് terminating ആയി. ഇനി നമുക്ക് വീണ്ടും ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഒരു എക്സാമ്പിൾ കൂടെ ചെയ്തിട്ടുണ്ട്. 7/80 p/q ഫോമിൽ എടുത്തിരിക്കുകയാണ്. അതിനെ പവർ ഓഫ് 2 and 5 എന്ന ഡിനോമിനേറ്റർ എഴുതിയിട്ടുണ്ട്. 7/2⁴ into 5 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഇവിടെ ഡിനോമിനേറ്റർ 2ന്റെയും 5ന്റെയും കോമ്പിനേഷൻ ആണുള്ളത്. ഇതിനെ നമുക്ക് 10ന്റെ ഫാക്ടർ ആക്കാനായിട്ട് ഒരു 5⁵ കുറവുണ്ട് അല്ലേ. കാരണം ഇവിടെ ഒരു 5 ഉള്ളൂ. 5⁴ into 2⁴ ആണ് 10⁴ കിട്ടുന്നത്. സോ ഒരു 5⁵ കൂടെ വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 5⁵ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. So we will get 7 into 5⁵ divided by 2⁴ into 5⁴ എന്ന് കിട്ടി. 5⁵ 125 ആണ്. 125 into 7 we will get 875. So it will be 875 divided by 10⁴. So the answer will be 0.0875. കാരണം ഇവിടെ 4 decimal places വരണം. 10⁴ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. So here again we got a terminating decimal expansion. So denominatoril 2ന്റെ ഫാക്ടർ വന്നപ്പോഴും terminating decimal expansion വന്നു. 2ന്റെയും 5ന്റെയും കോമ്പിനേഷൻ വന്നപ്പോഴും terminating decimal expansion വന്നു. നമുക്ക് ഇനി ഒരു 5ന്റെ മാത്രമായിട്ട് വന്നു കഴിഞ്ഞാൽ terminating decimal expansion വരുമോ എന്നൊന്ന് നോക്കാം. സോ ഇവിടെ നമ്മൾ അടുത്ത എക്സാമ്പിൾ എടുത്തു. 13 divided by 125. So it is equal to 13 divided by 5⁵3. 5⁵ 10ന്റെ ഫാക്ടർ ആക്കാൻ into 2⁵ ചെയ്യണം. സോ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ 2⁵ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ വി വിൽ ഗെറ്റ് 8 into 13 that is 104 divided by 10⁵. So the final answer will be 0.104. Again ഈ കേസിൽ നമുക്ക് ഒരു terminating decimal expansion ആണ് കിട്ടിയത്. സോ നമുക്ക് ഇവിടെ പറയാൻ സാധിക്കും ഡിനോമിനേറ്റർ 2ന്റെ മാത്രം വന്നാലും 2ന്റെയും 5ന്റെയും കോമ്പിനേഷൻ വന്നാലും 5 മാത്രം വന്നാലും നമുക്ക് കിട്ടുന്ന ആൻസർ ഒരു terminating decimal expansion ആണ്. So we can write this down as a theorem, that is let x is equal to p/q be a rational number such that the prime factorization of q is of the form 2⁻n into 5⁻m where n and m are non-negative integers. Then x has a decimal expansion which terminates. അതായത് എക്സിനെ ഒരു p/q റാഷണൽ നമ്പറിന്റെ ഫോമിലാണെങ്കിൽ അതിന്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ q 2⁻n into 5⁻m ഫോമിലാണ്. വേറെ n and m നോൺ നെഗറ്റീവ് ഇൻഡിജേഴ്സ് ആണെങ്കിൽ ആ എക്സിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ് ചെയ്യും. സോ അങ്ങനെ നമ്മൾ വളരെ എളുപ്പത്തിൽ ടെക്സ്റ്റ് ബുക്കിലുള്ള 2 തിയറമാണ് മനസ്സിലാക്കിയത്. ഇനി ഒരു തിയറം കൂടെ ഉണ്ട്. അതായത് എപ്പോഴാണ് ഈ p/q എന്ന് പറയുന്ന റാഷണൽ നമ്പറിന്റെ ഫോം നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആയി പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ തിയറം 1.6 പഠിച്ച ഒരു കേസാണ്. ഒരു റാഷണൽ നമ്പറിനെ p/q ഫോമിൽ എഴുതിയാൽ വേർ p and q കോപ്രൈംസ് ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഡിനോമിനേറ്റർ q എന്ന് പറയുന്നത് 2⁻n into 5⁻m എന്ന് പറയുന്ന ഫോമിലാണ് എന്നുണ്ടെങ്കിൽ അത് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും തരുന്നതെന്ന് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു റാഷണൽ നമ്പറിന്റെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 2⁻n into 5⁻m ഫോമിൽ അല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ എങ്ങനെ ആയിരിക്കും എന്നൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/7 എടുത്തു. ഇവിടെ 1/7 ആണ്. ഇത് 2⁻n into 5⁻m ഫോമിലല്ല. ഞാനിവിടെ 1/7നെ ഡിവൈഡ് ചെയ്താണ് എഴുതിയിരിക്കുന്നത്. 1/7നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1ൽ 7 പോകത്തില്ല. സോ ഞാനൊരു പോയിന്റ് ഇട്ടിട്ട് ഒരു 0 ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു. സോ 10ൽ 7 1 ടൈം പോവും. സോ ആ 1 ഇവിടെ എഴുതി, 7 ഇവിടെ എഴുതി, റിമൈൻഡർ 3 കിട്ടി. അതാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. 3ൽ 7 പോകത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഡെസിമൽ പോയിന്റ് ഓൾറെഡി ഇട്ടല്ലോ. അപ്പം നമുക്കിവിടെ ഒരു 0 ആഡ് ചെയ്ത് കൊടുക്കാം. 0 ആഡ് ചെയ്തു. 30ൽ 7 4 ടൈംസ് 28 കിട്ടും. റിമൈൻഡർ 2 കിട്ടി. സോ അഗെയിൻ നമ്മൾ 0 ആഡ് ചെയ്തു. 20ൽ 7 എത്ര, 2 ടൈംസ് 14 കിട്ടി. സോ ഇവിടെ 2 എഴുതി, ഇവിടെ 14 എഴുതി. റിമൈൻഡർ നമുക്ക് 6 കിട്ടി. ഇനി 60, 0 ആഡ് ചെയ്തു, അങ്ങനെ 60 ആയി. സോ 60ൽ 8 ടൈംസ് 56 കിട്ടി. സോ റിമൈൻഡർ അഗെയിൻ നമുക്ക് 4 കിട്ടി. 40ൽ 5 ടൈംസ് 35, 7 into 5 is 35 കിട്ടി. ആൻഡ് റിമൈൻഡർ 5 ആണ്. 5 എഴുതി, 0 ആഡ് ചെയ്തു, 50. നമുക്കറിയാം 7 into 7 49 ആണ്.
സോ റിമൈൻഡർ 1 കിട്ടി. റിമൈൻഡർ 1 വന്നു, 0 1 ടൈം ആണ്. സോ നമുക്ക് അഗെയിൻ ഇവിടെ 1 എന്ന് എഴുതാം. 7 റിമൈൻഡർ 3 വന്നു, ഇവിടെ റിമൈൻഡർ 3 വന്നു. സി ഇവിടെ നമുക്ക് റിമൈൻഡർ 3 വന്നായിരുന്നു. അതായത് ഇനി നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാലും അഗെയിൻ ഈ സെയിം റിമൈൻഡേഴ്സ് റിപ്പീറ്റ് ചെയ്ത് പൊക്കോണ്ടിരിക്കും. സോ ദ പാറ്റേൺ വിൽ ബി 1 4 2 8 5 7 1 4 2 8 5 7 1 4 2 8 5 7 1 എന്ന് കണ്ടിന്യൂ ചെയ്ത് പൊക്കോണ്ടിരിക്കും. അതായത് ഈ ഒരു നമ്പർ 1/7 എന്ന് പറയുന്ന റാഷണൽ നമ്പറിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. വിച്ച് മീൻസ് ഒരു റാഷണൽ നമ്പറിനെ P/Q ഫോമിൽ എഴുതിയാൽ വേർ P ആൻഡ് Q അതിൻ്റെ കോപ്രൈംസ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിനോമിനേറ്റർ Q 2n × 5m എന്ന ഫോമിലല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആയിരിക്കും. സോ ഇത് നമുക്കൊരു തിയറമായിട്ട് നോട്ട് ഡൗൺ ചെയ്യാം. That is theorem 1.7. Let x be P/Q be a rational number such that the prime factorization of Q is not of the form 2n × 5m where n and m are non-negative integers. Then x has a decimal expansion which is non-terminating, repeating or recurring. So ഈ 3 തിയറംസും വളരെ ഈസി ആയിട്ടാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. അങ്ങനെ നമ്മൾ റിയൽ നമ്പേഴ്സ് ചാപ്റ്ററിലെ എല്ലാ ടോപ്പിക്സും കവർ ചെയ്തു. ഇനി എക്സസൈസ് 1.4 ആണ് ചെയ്യാനുള്ളത്. അത് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും.